നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ന്യൂസ് അപ്ഡേറ്റ്സ്. ആർത്തവ പരിശോധന എന്ന പേരിൽ വിദ്യാർത്ഥിനികളുടെ വസ്ത്രം അഴിപ്പിച്ചു. മഹാരാഷ്ട്രയിലെ സ്കൂൾ പ്രിൻസിപ്പാളും അധ്യാപകരും അറസ്റ്റിൽ. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലുള്ള ഷാഹാപൂരിലുള്ള RS ദമാനി സ്കൂളിൽ നടന്ന ലജ്ജാകരവും അത്യന്തം ഞെട്ടിക്കുന്നതുമായ സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പാളടക്കം 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂളിലെ ശുചിമുറിയിൽ രക്തക്കറ കണ്ടതിനെ തുടർന്ന് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികളെ കൺവെൻഷൻ ഹാളിലേക്ക് വിളിച്ച് ആർത്തവമുണ്ടോ എന്നറിയുവാനായി വിവസ്ത്രരാക്കിയാണ് പരിശോധിച്ചതെന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്നു. രക്ഷിതാക്കളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പോക്സോ നിയമപ്രകാരമാണ് സ്കൂൾ അധികൃതർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്കൂളിലെ ശുചിമുറിയിൽ രക്തക്കറ കണ്ടതിനെ തുടർന്ന് അധ്യാപകർ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളെ കൺവെൻഷൻ ഹാളിലേക്ക് വിളിക്കുകയും ആർത്തവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തതായും മാതാപിതാക്കൾ ആരോപിച്ചു. പ്രൊജക്ടറിൽ ശുചിമുറിയിലെ രക്തക്കറയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചാണ് കുട്ടികളെ ചോദ്യം ചെയ്തത്. ആരാണ് ഇതിനുത്തരവാദി എന്ന നിലയിലാണ് പെൺകുട്ടികളെ അധ്യാപകർ വിചാരണ ചെയ്തതെന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നു. ശേഷം ആർക്കെല്ലാമാണ് നിലവിൽ ആർത്തവമുള്ളതെന്ന് ചോദിക്കുകയും ചെയ്തു. ആർത്തവമുണ്ടെന്ന് അറിയിച്ച വിദ്യാർത്ഥിനികളുടെ വിരലടയാളം ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് അവരുടെ വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. ശേഷം മറ്റുള്ള പെൺകുട്ടികളെ ശുചിമുറിയിലേക്ക് എത്തിച്ച് വസ്ത്രം അഴിക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഒരു പെൺകുട്ടിയോട് പ്രിൻസിപ്പൽ മോശമായ രീതിയിൽ സംസാരിച്ചതായും പരാതിക്കാരിൽ ഒരാളായ രക്ഷിതാവ് പോലീസിലേക്ക് അറിയിച്ചു. ആർത്തവമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്നതെന്നും പെൺകുട്ടി കള്ളം പറയുകയാണെന്നും ആരോപിച്ച് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും രക്ഷിതാവ് പറഞ്ഞു. ആർത്തവം എന്ന സ്വാഭാവിക പ്രക്രിയയെക്കുറിച്ച് പെൺകുട്ടികൾക്ക് ശരിയായ ബോധവൽക്കരണം നടത്തേണ്ടതിന് പകരം അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന പ്രവൃത്തിയാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് അത്യന്തം ലജ്ജാകരവും അപമാനകരവുമാണ്, ഒരു രക്ഷിതാവ് ഇങ്ങനെ പറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ പേടിച്ച പെൺകുട്ടികൾ കുടുംബാംഗങ്ങളോട് വിവരങ്ങൾ പങ്കുവച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ സ്കൂളിലെത്തി ശക്തമായ പ്രതിഷേധം നടത്തിയതോടുകൂടിയാണ് വിവരം പുറം ലോകം അറിയുന്നത്. സ്കൂൾ അധികൃതരുടെ പ്രവൃത്തി കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ആരോപിച്ചാണ് രക്ഷിതാക്കൾ പ്രതിഷേധം നടത്തിയത്. തുടർന്ന് പോലീസ് ഇടപെടുകയും പ്രിൻസിപ്പാളെയും 4 അധ്യാപകരെയും 2 ട്രസ്റ്റിമാരെയും അറ്റൻഡറെയും അറസ്റ്റ് ചെയ്തു. പോലീസ് വിദ്യാർത്ഥികളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തി. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്ത്രീകളുടെ സ്വാഭാവിക ശരീരപ്രക്രിയയായ ആർത്തവത്തെ അപമാനകരമായ രീതിയിൽ സമീപിക്കുന്നതിനും വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്നതും വളരെയധികം നിന്ദനീയമാണ്. ഇത്തരം സംഭവങ്ങൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടന്നത് അത്യന്തം ഗൗരവമായ പ്രശ്നമാണെന്നും അത് കുട്ടികളുടെ അവകാശങ്ങൾക്കും വ്യക്തിത്വങ്ങൾക്കും നേരെ നേരിട്ടിട്ടുള്ള ആക്രമണമാണെന്നും നാം തിരിച്ചറിയണം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം, സ്വകാര്യത എന്നിവ സംരക്ഷിക്കേണ്ടതും കൂടെ സ്കൂൾ അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരം അവഗണനകൾ ആവർത്തിക്കാതിരിക്കുവാനായി വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായ നിയമ നടപടികളും ബോധവൽക്കരണ പ്രവൃത്തികളും നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.